KGF-നെ കടത്തിവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് സുകുമാർജി ഇറക്കിയ ഒരു പടമാണ് പുഷ്പ 2. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 1800 കോടിക്ക് മേലടിച്ചു. അതിന് മാത്രം എന്ത് തേങ്ങയാണ് ഇതിലുള്ളതെന്ന് ചോദിച്ചാ ഇതൊക്കെ തന്നെ പുഷ്പ 1 കണ്ടുകൊണ്ട് അതിലെ ചന്ദനം കടത്തുന്ന സീനൊക്കെ കണ്ട് അതിലെ എക്സ്പെക്ടേഷൻ വെച്ച് ഈ പടം കാണാൻ പോയ മൂഞ്ചു. കാരണം എന്തെന്ന് വെച്ചാൽ പുഷ്പത്തിലൊരു പെൺകോന്തനാണ്. ഒരിക്കലും ഈ പടം കപ്പിൾസ് ആയിട്ട് കാണാൻ പോകരുത്. ചിലപ്പോൾ നിങ്ങൾ തല്ലിപ്പിരിയാൻ പോലെ ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പുഷ്പണ്ണന്റെ ഭാര്യ ശ്രീവളി ചേച്ചി പുഷ്പണ്ണനോട് ഒരു കാര്യം പറയും, എനിക്ക് മന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. ഇത് കേട്ടത് നമ്മുടെ പുഷ്പണ്ണൻ നേരെ വണ്ടി എടുത്ത് മന്ത്രിയുടെ ഓഫീസിലോട്ട് കയറി ചെന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ചോദിക്കും. അപ്പൊ നമ്മുടെ മന്ത്രി പറയും, എന്താ ശിവരാമത് ഈ സ്മഗ്ലേഴ്സ് പാർട്ടിക്ക് ഫണ്ടായിരുന്നു വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മന്ത്രിയുടെ ഇമ്മാര് പുറത്തന്നെ നമ്മുടെ പുഷ്പണ്ണനെ പിടിക്കില്ല. അങ്ങനെ നമ്മുടെ പുഷ്പണ്ണ 500 കോടി മുടക്കി ആ മന്ത്രിയെ തന്നെ അങ്ങ് മാറ്റിക്കളയും. അതും സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അല്ല, പൈസക്കൊന്നും ഇതിൽ വിലയില്ല കേട്ടോ. കോടികളുടെ കളിയാണ്, കോടികളുടെ കളി. എന്താടാ ഈ 5 കോടിയുടെ കാര്യം? അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ അനിയച്ചാർക്കുള്ളത്. ഫോൺ ഒന്ന് കണക്ട് ചെയ്ത് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കപ്പിൾസ് ആയിട്ട് സിനിമ കാണാൻ നിൽക്കരുതെന്ന്. അഥവാ നിങ്ങളെ പാർട്ട്ണർ ചന്ദ്രനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാലോ? പുഷ്പണ്ണനാണെങ്കിൽ പിടിച്ചു കൊടുക്കും, പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കുവോ? നമ്മുടെ പുഷ്പണ്ണൻ വെറും പെൺകോന്തൻ മാത്രമല്ല, ചിറ്റൂർ എന്ന ചെറ്റഗ്രാമത്തിലെ വലിയൊരു ഗുണ്ടയാണ്. ഗുണ്ട കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ട കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ ഉത്സവ പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. അഥവാ നിങ്ങളെങ്ങാനും വൈതൊട്ടി ചെറ്റഗ്രാമത്തിലോട്ട് ചെന്ന് ചേട്ടാ എനിക്ക് ഈ സ്ഥലം എത്ര പരിചയമില്ല, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടു. പുഷ്പണ്ണന്റെ മാനേജർ നീ, പുഷ്പയുടെ ഫ്രണ്ട് നീയോ, പുഷ്പണ്ണന്റെ ഡ്രൈവർ നീയോ, പുഷ്പണ്ണന്റെ ആളാ. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാ അവര് പേര് പറയില്ല, പുഷ്പയുടെ ആൾക്കാരതെ പറയൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു തിരിച്ചുപോക്കില്ല, ഒരു ലൂപ്പിലാണ് നിങ്ങൾ അകപ്പെടുന്നത്. പുഷ്പ നിങ്ങളെ കൊല്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഡയലോഗ് മതി, അവിടെ സ്റ്റെക്കോ നമ്മുടെ പുഷ്പണ്ണൻ. ഈ കോമാളിത്തരങ്ങളൊക്കെ കാട്ടിയാ കുടുംബ പേര് കിട്ടില്ല. നീ എപ്പോഴും വെറും പുഷ്പരാജ് തന്നെയാ. ഇത്രയും വലിയ കുണ്ടയ നമ്മുടെ പുഷ്പണ്ണന് സ്വന്തമായിട്ടൊരു വീട്ടുപേര് പോലും ഇല്ല. പിന്നീട് നമ്മൾ കാണുന്നത് മൊട്ടയടിച്ചുകൊണ്ട് മാസ് കാണിച്ച നമ്മുടെ സ്വന്തം. അങ്ങനെ ഇത്രയൊക്കെ മാസ് കാണിച്ചിട്ടും പുഷ്പണ്ണന്റെ ടോർച്ചർ സഹിക്കാൻ പറ്റാത്ത നമ്മുടെ ഷികാവത് സാർ ആത്മഹത്യയും. ഷികാവത് സാർ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുമാരെല്ലാം പൈസ കൊടുത്ത് വാങ്ങുക, കുളിക്കാൻ പൂളിലിറങ്ങുമ്പോൾ അതിലോട്ട് മൂത്രം ഒഴിക്കുക, ഷികാവത് സാർ പിടിച്ചെടുത്ത ചന്ദനം പൂമ്പിട്ട് തകർക്കുക. അങ്ങനെ ഇതൊന്നും താങ്ങാൻ പറ്റാതെ നമ്മുടെ ഷികാവത് സാർ മോനെ നമ്മുടെ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞില്ല. ഓ മൈ ഗോഡ്, ഇതിലെ ഫൈറ്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് സിനിമയിലെ ഫൈറ്റ് ആണ് പറയാ? സാരി എടുത്തുകൊണ്ട് നീലപ്പെനും വരുത്തേച്ച് ഒരു പെൺകോന്ത ഫൈറ്റ്, കയ്യും കാലം കെട്ടിയിട്ടിട്ടും പുഴുവിനെ പോലെ അരിച്ചുകൊണ്ടും പറന്നുകൊണ്ടുള്ള ഫൈറ്റ്, പിന്നെ കുറച്ച് മാസ് ഡയലോഗും. ആടിന്റെ തല വെട്ടുന്നത് പോലെ റപ്പാന്ന് വെട്ടി കൊന്നുകളഞ്ഞാലേ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഷവായക്ക് കോഴിനെ കമ്പിമ കോർക്കുന്ന പോലെ പുഷ്പാണ്ണൻ മനുഷ്യനെ കമ്പിമ കോർത്തൊരു നിപ്പുണ്ട്. ഇങ്ങനെ ഈ കാട്ടവരതൊക്കെ കഴിഞ്ഞ് അവസാനം മുല്ലേരിക്കാര് നമ്മുടെ പുഷ്പാണ്ണൻ അങ്ങ് ഏറ്റെടുക്കും. പിന്നീട് അങ്ങോട്ട് വെറും പുഷ്പരാജല്ല, പിന്നീട് മുല്ലേരി തെറുവട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ പുഷ്പരാജ് ഒരു വക ചിരിഞ്ഞുകൊണ്ടൊരു വരവുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഏതൊരുത്തൻ കല്യാണ പെണ്ണിന് ഒരു സമ്മാനം കൊടുക്കും. ആ സമ്മാനത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ബോംബാണ്. അതറിയാതെ ഈ പൊട്ടന്മാരത് അവിടെ എടുത്തു വെക്കും. പിന്നീട് ക്യാമറ സൂം ഔട്ടായിട്ട് ദൂരെ നിന്ന് നമ്മുടെ മുല്ലേരി തെറുവാട്ടിനെ എങ്ങനെ കാണിക്കും പെട്ടെന്നാണ്. അങ്ങനെ പുഷ്പണ്ണൻ തീർന്ന് ഇതാണ്ട് പടക്കളത്തിൽ പുതിയൊരു വില്ലൻ, പിന്നെ മറ്റൊരു ട്വിസ്റ്റ്. ഈ പെൺകൊന്നും പുഷ്പ ചത്തിട്ടില്ല. അപ്പൊ ബോംബ് പൊട്ടി ചാരങ്ങൾക്കിടയിലൂടെ കരിഞ്ഞ പുഷ്പ വീണ്ടും ഉയർത്തേ നിൽക്കുകയാണ്.